ഇതെന്താണെന്നറിയാമോ? ഇത് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം. ഇതെന്താ ആ സാധനമെന്ന് അവസാനം പറയാം. അടുപ്പ് കത്തിച്ച് നമുക്ക് ഇതൊന്ന് വരട്ടിയെടുക്കാം. സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു സവാള അരിഞ്ഞത് ഇതൊന്ന് വാട്ടിയെടുക്കാം. അങ്ങ് വഴറ്റുന്നില്ല, ചെറുതായിട്ടൊന്ന് വാട്ടി. ഒരു തക്കാളി അരിഞ്ഞത്, 2-3 പച്ചമുളക് അരിഞ്ഞത്, ഇതൊന്ന് വാട്ടിയെടുക്കാം. 5-6 കാഷ്യൂ കൂടി ഇതിനകത്തോട്ടിടാം, ഒരു കൊഴുപ്പിന് വേണ്ടിയാണ്. ഇതൊന്ന് വാടി ഇതിനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ അരയ്ക്ക്. ഇതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം, തണുക്കട്ടെ. നമുക്ക് ചട്ടി വെച്ച് ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായി ഇത്തിരി എണ്ണ ഒഴിക്കാം. താളിക്കാൻ മാത്രം. ഇത്തിരി കടുകിടാം. ഉള്ളി അങ്ങോട്ടിടാം. ഇഞ്ചി, കറിവേപ്പില, ഇതിലോട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് എടുക്കാൻ വിട്ടുപോയി. കുറച്ചായിട്ടുള്ളൂ, പച്ചമുളക് ചേർത്തുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോ ഈ സാധനം അങ്ങോട്ടിടാം. ഇതെന്തോന്ന് മനസ്സിലായോ? നമ്മുടെ റംബുട്ടാൻ. ഇത് മൊത്തവും അണ്ണാൻ തിന്ന് പോവായിരുന്നു. അപ്പം ഞാൻ കമ്പോട് വെട്ടി ഉള്ളതിനെ പറിച്ചെടുത്തു. ഇതൊന്ന് വരട്ടി ഇതിനകത്തോട്ട് നിന്ന് മറ്റേ അരച്ച് ചേർക്കണം. ഇതൊന്ന് അരച്ചെടുക്കുക. ഇതൊക്കെ തണുത്തു. എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം. ഇത് അരച്ചെടുത്തിട്ട് വന്ന് ഇതിവിടെ ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നല്ലപോലെ തിളച്ച് നമുക്ക് നോക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ. നല്ല പഴുത്ത മാങ്ങാക്കറിയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു രുചി. ഇത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ചോറിനകത്തൊക്കെ ഒഴിച്ച് നല്ലതാണ് കഴിക്കുക. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതാണ്. ഇത്തിരി കറിവേപ്പില ഇട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഒന്ന് റംബുട്ടാൻ കറി ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയണേ.